10ാം ക്ലാസ്സിലത്തെ പോലെ അധികം പെർഫോം ചെയ്യാൻ കഴിയണില്ല എന്ന് തോന്നുന്നവർ മാത്രം ഈ വീഡിയോ കാണാം. അല്ലാത്തവർ നേരെ നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാം. അതായത് 10ാം ക്ലാസ്സിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട്, ആ ഒരു സീരിയസ്നെസ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ +1 എത്തിക്കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല സാറേ, ഞങ്ങൾ പഴയ പോലെ ഒന്ന് പെർഫോം ചെയ്യാൻ കഴിയില്ല. ഈ എക്സാമിനോടൊന്നും ഒരു ചൂടുമില്ല. എക്സാം വന്നാൽ എന്താ കുഴപ്പം, എക്സാം എഴുതാമല്ലോ, ഇങ്ങനെയൊക്കെ ആയി അവസാനം ക്രിസ്മസ് എക്സാം എത്തി. അങ്ങനെയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്കൊരു ചെറിയൊരു കാര്യം അറിയില്ല. ഒരു പക്ഷേ നിങ്ങൾക്കിത് തോന്നും, ഇതൊരു ബാച്ച് പ്രൊമോഷൻ അല്ലേ, ഇത് ഇവർക്ക് സെയിൽ ഉണ്ടാവാനുള്ള കാര്യമില്ല. മക്കൾ അൾട്ടിമേറ്റ്ലി എന്താണ്, ഇപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, 1-ാം തീയതിയോ അല്ലെങ്കിൽ 5-ാം തീയതിൻ്റെ ഉള്ളിൽ സാലറി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമുക്കാണെങ്കിലും സാലറി വേണമല്ലോ, സ്വാഭാവികമായിട്ട് കുടുംബം മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ അത് അൾട്ടിമേറ്റ് മെയിൻ തന്നെയാണ്. പക്ഷെ എന്നാൽ പോലും ഈ നിങ്ങൾക്ക് തരുന്ന ഈ ഒരു ഫീസിന് നിങ്ങൾക്കിത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണ്ട. ഈ വീഡിയോ കണ്ട് 3 മിനിറ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗൂഗിൾ പേയിലുള്ള പൈസ മുഴുവൻ പോകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. യൂട്യൂബിലൊരു വീഡിയോ പോലെ നിങ്ങൾ ഇത് എന്ത് ചെയ്താൽ മതി, കണ്ടു തീർത്താൽ മതി, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാര്യത്തിലേക്ക് വരാം മക്കളെ. നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 20-നാണ് ഫസ്റ്റ് ക്ലാസ് ആരംഭിക്കുന്നത്. ബാച്ചിൻ്റെ പേര് എന്ന് പറയുന്നത് പ്രീ ബൂസ്റ്റർ ബാച്ച്. അതാണ് നമ്മുടെ തുടങ്ങാൻ പോകുന്ന ബാച്ചിൻ്റെ പേര്, പ്രീ ബൂസ്റ്റർ ബാച്ച്. എന്താണ് സാറേ ഇതിൻ്റെ പ്രത്യേകതകളൊന്നുമില്ല. ഇനി ഒരു 105 ദിവസമുള്ളൂ നിങ്ങളുടെ മെയിൻ എക്സാമിന്. ക്രിസ്മസ് എക്സാമിൻ്റെ അല്ലട്ടോ പറയുന്നത്. ഒക്ടോബർ ഇന്നേക്ക് 15ആയി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയുന്ന ഈ ഒരു മാസം 15 ദിവസം, അടുത്ത മാസം ഒരു 30. അപ്പോൾ 30, 15, 45 ഒരു 30 വേണമെങ്കിൽ കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മക്കളെ 75. പിന്നെ ഒരു ജനുവരിയും കൂടി കൂട്ടിയാൽ സ്വാഭാവികമായിട്ട് 105 ദിവസം. ഫെബ്രുവരി മാസം നിങ്ങളുടെ മോഡൽ എക്സാമും മാർച്ച് മാസം നിങ്ങളുടെ മെയിൻ എക്സാമുമായി. അങ്ങനെയാണ് നിങ്ങളുടെ രീതി ഇങ്ങനെ പോകുന്നത്. സ്കൂളിൽ ആർട്സ്, സ്പോർട്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നില്ലേ, പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ മക്കളെ എന്തൊക്കെയാണ് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ഉണ്ടായിരിക്കുക? ഞങ്ങളെ വെറുതെ ആപ്പ് ഇങ്ങനെ തന്നിട്ട് വിടലാണോ? അല്ല. നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ഉണ്ടായിരിക്കുന്ന കുറേ ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. ഒക്ടോബർ നവംബർ മാസം, അതായത് നവംബർ പകുതി ആകുമ്പോഴേക്കും നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റർ മുഴുവൻ നമ്മൾ ക്ലാസ് എടുത്ത് തീർത്തിരിക്കും. അപ്പോൾ അങ്ങനെ സാറേ ആകെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അതായത് ഓണം എക്സാം കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്തായിരിക്കും നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആക്കി തരും. സൂം ക്ലാസ്സുകളും അങ്ങനെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വേണ്ടാത്ത കുറേ കാര്യങ്ങളൊന്നും എടുക്കില്ല. വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. പറയുന്നത് മനസ്സിലാവുന്നില്ലേ? വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് തരുള്ളൂ. പിന്നെ നമുക്ക് വരുന്ന ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും റിവിഷൻ ആൻഡ് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിലുള്ളവർക്കുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സബ്ജക്ട് വൈസ് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അക്കൗണ്ടൻസി, പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ്, ഇതിനൊരു ക്ലബ്ബുകൾ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. ഇതാണ് മെയിനായിട്ട് ഒരു ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട സംഭവം, ക്ലബ്ബുകൾ. അതായത് നിങ്ങളോട് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഇംഗ്ലീഷിൻ്റെ ടീച്ചേഴ്സുള്ള ഇംഗ്ലീഷ് ക്ലബ്ബുകൾ, അക്കൗണ്ടൻസിൻ്റെ സാറുള്ള അക്കൗണ്ടൻസി ക്ലബ്ബുകൾ, അങ്ങനെ ഓരോ ക്ലബ്ബുകൾ ഉണ്ടായിരിക്കും. ഫുൾ ചാപ്റ്റർ നിങ്ങൾക്ക് ആക്സസ് ആയിരിക്കും. അതായത് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു സാറേ, ഞങ്ങൾക്ക് ഇനി അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻസ് കൊണ്ടാണ്, അതാണ് വേണ്ടത്. നിങ്ങൾക്ക് കാണാം ധൈര്യമായിട്ട് ആപ്പിൽ ഇതൊക്കെ ഓപ്പൺ ആയിരിക്കും. നിങ്ങൾക്ക് നമ്മൾ ഷെഡ്യൂൾ തന്നു പോകുന്നത് ഈ ചാപ്റ്റേഴ്സും, പക്ഷേ ആപ്പിൽ നിങ്ങൾക്ക് ഇതെന്തായിരിക്കും, ഇതൊക്കെ ഓപ്പൺ ആയിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് 2 ടൈപ്സ് നോട്ട് ഉണ്ട്. ഇംഗ്ലീഷിൽ എഴുതുന്നവരാവട്ടെ മലയാളത്തിൽ എഴുതുന്നവരാവട്ടെ 2 ടൈപ്സ് നോട്ടുകൾ ഉണ്ടായിരിക്കും. ഡിസംബറിൽ നിങ്ങൾക്ക് റിവിഷനും ഉണ്ടായിരിക്കും. അതായത് നവംബർ മാസം നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് തീരുമല്ലോ ക്രിസ്മസ് എക്സാമിന്. ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് റിവിഷൻ ഉണ്ടായിരിക്കും. മാത്രമല്ല ഒരു മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. സ്കൂളിലെ മെയിൻ എക്സാമിൻ്റെ തൊട്ട് മുമ്പ്, അതായത് സ്കൂളിലെ ഈ ക്രിസ്മസ് എക്സാമിൻ്റെ തൊട്ട് മുമ്പ് നമ്മളവിടെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് പേഴ്സണൽ മെൻറ്ററിങ് ഉണ്ടാവും. അതായത് ഞങ്ങളെ കൂടാതെ നിങ്ങളെ ഒരാളെ നോക്കാൻ ഒരു മെൻറ്റർ, ഒരു ടീച്ചറെ പോലെയുള്ള ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അവരോട് നിങ്ങളുടെ ഡ്രീംസ് പറയാം, അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം, അവരോട് നിങ്ങളുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യാം, എന്തും ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ട്സിനെ പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചേച്ചിയെ പോലെ ഒരാൾ കൂടെ ഉണ്ടാവും. അതുമാത്രമല്ല സിലബസ് കംപ്ലീഷൻ ബൈ ജാനുവരി 3rd വീക്ക്, അതും നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അതായത് ഇത് ക്രിസ്മസ് എക്സാമിൻ്റെ ഓൾറെഡി നവംബർ കഴിയും. എന്നാൽ ജനുവരി 3rd വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ്ലി എന്തായിരിക്കും, സിലബസ് കംപ്ലീറ്റ് ചെയ്ത് വരും. ഫെബ്രുവരി മാസത്തിൽ നമ്മുടെ റിവിഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടുണ്ടാകുന്ന അടുത്തൊരു ഫീച്ചറാണ് AI ഡൗട്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഈ AI ഡൗട്ട് ക്ലിയറൻസ് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട വേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ തന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് A+ മാത്രമല്ല ഫുൾ മാർക്ക് കൂടി നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഇതാണ് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. മക്കളെ നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ തോന്നുകയാണ് 3799 രൂപ മാത്രമാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് ഈടാക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ഇത് ശരിക്കും നമ്മുടെ സാലറി കാര്യങ്ങളൊക്കെ, ഇതൊരു സ്ഥാപനമാകുമ്പോൾ എല്ലാത്തിനും പൈസ കൊടുക്കണം. അതിനുള്ളൊരു ചെറിയ ഫീ രൂപത്തിലാണ് നമ്മൾ ഈടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്തേ മതിയാവൂ എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഞാൻ എൻ്റെ വീട്ടിൽ +1 +2 അല്ലെങ്കിൽ 8ാം ക്ലാസ് ഏത് ക്ലാസ് ആവട്ടെ, ഇപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് ക്ലാസ് തന്നിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ട്യൂഷന് പോകുന്നവരായിരിക്കും,
അത് പിന്നെ നമുക്കൊന്നും പറയാം. എന്തായാലും ഒരു എക്സ്ട്രാ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി വരും. പക്ഷേ ട്യൂഷന് പോകുമ്പോഴൊന്നും ഒരിക്കലും പേഴ്സണൽ മെൻറ്ററിംഗ് ഒന്നും കിട്ടില്ല. പക്ഷെ നമ്മളടുത്ത് എന്തുണ്ട്, പേഴ്സണൽ മെൻറ്ററിംഗ് തരും. പിന്നെ അത് മാത്രമല്ല, ഹ്യൂമാനിറ്റീസിനൊന്നും എവിടെയും ട്യൂഷൻ കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഹ്യൂമാനിറ്റീസുകാരെ ചേർത്ത് പിടിക്കുന്ന, കൊമേഴ്സിനെ ചേർത്ത് പിടിക്കുന്ന ഏക സ്ഥാപനം ഉണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ്. ഹ്യൂമാനിറ്റീസിന് എന്തായാലും നമ്മൾ തന്നെയാണ്, വേറെ ആരും കൊടുക്കുന്നില്ല. അതായത് ഹ്യൂമാനിറ്റീസിലൊക്കെ പറയുന്നുണ്ട് നിങ്ങളുള്ളത് കൊണ്ടാണ് കേട്ടോ ഞങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. പക്ഷെ അത് വെറുതെ പറയുന്നതാണ്. ഞങ്ങളില്ലെങ്കിലും അവരൊക്കെ അടിപൊളിയായിട്ട് പഠിച്ച് പാസ്സാവും എന്നൊക്കെ നമുക്കറിയാം. അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. അല്ല ഞങ്ങൾ ജസ്റ്റ് ഒരു എന്ത് ചെയ്യുകയാണ്, ഒരു പുഷ് മാത്രം കൊടുക്കുന്നേ മാത്രമേ ഉള്ളൂ. അപ്പോൾ മക്കളെ ഇപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ സ്ക്രോളിൽ ഇങ്ങനെ നമ്പർ പോകുന്നുണ്ടാവും, അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാക്കാം. ഇനി ആർക്കെങ്കിലും അതായത് ആർക്കെങ്കിലും മക്കൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. ഇതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞുതരാം. SP_സഹദി എന്നുള്ളതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID. അതിലേക്ക് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഞാൻ എല്ലാ വേ പറഞ്ഞുതരും, സെറ്റാക്കി തരും. മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ, സ്റ്റഡി ടിപ്സൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ മക്കളെ, സെറ്റല്ലേ? അടിപൊളിയാക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാവശ്യം മുന്നേറണം. ബൈ ബൈ ബൈ.